CMRL എസ്ലാലോജിക്കൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതോടെ കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. ആദായനികുതി വകുപ്പും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും കണ്ടെത്തിയ ഞെട്ടിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ED തയ്യാറാക്കിയ 172 ചോദ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും വീണയ്ക്ക് മറുപടിയില്ലാതെ പതറുന്ന കാഴ്ചയാണ് കണ്ടത്. കൺസൾട്ടൻസി ഫീസായി കൈപ്പറ്റിയ 2.78 കോടി രൂപ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണമാണെന്ന നിഗമനത്തിൽ ED ഉദ്യോഗസ്ഥർ എത്തുകയാണ്. ഉറച്ചു നിൽക്കുമ്പോൾ, അതായത് ED ഉദ്യോഗസ്ഥർ ആ പണം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ചതാണെന്ന് ED ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുമ്പോൾ അന്വേഷണം വീണയിലേക്ക് ഒതുങ്ങില്ല എന്ന വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. ഈ കള്ളപ്പണ ഇടപാടിന്റെ വേരുകൾ എങ്ങോട്ടേക്കാണെന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര ഏജൻസി. അടുത്ത ഘട്ടത്തിലേക്ക് ED കടക്കുന്നതോടെ രാഷ്ട്രീയ രംഗത്തെ വൻ സ്രാവുകൾ വലയിലാകുമെന്നാണ് സൂചന. 2017-2021 കാലയളവിൽ നടന്ന കോടികളുടെ ഇടപാടുകളെ കുറിച്ചുള്ള നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് തനിക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണ് എന്നാണ് വീണയുടെ പ്രതികരണമുണ്ടായത്. പല കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മയില്ല എന്ന വീണയുടെ ഈ നിലപാട് കേസിനെ കൂടുതൽ ഗൗരവമുള്ള തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എസ്ലാലോജിക്കൽ കമ്പനിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം ബംഗളൂർ ഓഫീസിലാണെന്നും അന്നത്തെ പല കാര്യങ്ങളും ഓർക്കുന്നില്ല എന്നുമാണ് ചോദ്യം ചെയ്യലിൽ വീണ ആവർത്തിച്ചു പറഞ്ഞത്. എന്നാൽ കോടികൾ കൈമറിഞ്ഞ ഒരു കൺസൾട്ടൻസി ഇടപാടിൽ കമ്പനി ഉടമയ്ക്ക് മനസ്സറിവില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഈ ഇടപാടിൽ യഥാർത്ഥത്തിൽ മനസ്സറിവുള്ളതെന്ന് കണ്ടെത്തേണ്ട വലിയ ബാധ്യതയാണ് EDക്ക് മേൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. പണം നൽകിയ CMRL ഉടമകൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴികളും വീണയുടെ മൊഴികളും തമ്മിൽ ഒത്തുനോക്കുന്ന ജോലികൾ ED കൊച്ചി യൂണിറ്റ് അടിയന്തരമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എസ്ലാലോജിക്കൽ ബംഗളൂർ ഓഫീസിൽ നിന്ന് SFIO നേരത്തെ ശേഖരിച്ച മുഴുവൻ ഡിജിറ്റൽ രേഖകളും ലാപ്ടോപ്പുകളും ED ഒരിക്കൽ കൂടി ശാസ്ത്രീയമായി പരിശോധിക്കുകയാണ്. SFIO കണ്ടെത്തലുകൾ ഡിജിറ്റൽ തെളിവുകളുടെ പിൻബലമുള്ളതിനാൽ വീണയുടെ ഓർമ്മയില്ല എന്ന പ്രതിരോധം നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് EDയുടെ വിലയിരുത്തൽ. ഈ രേഖകൾ തന്നെയാണ് കേസിൽ പ്രധാന കുരുക്കാവുക. ഈ കള്ളപ്പണ ഇടപാടിൽ CMRL കമ്പനി ഉടമ SN ശശീന്ദ്രൻ കർത്തയുടെ ഭാര്യ ജയ S കർത്ത, മകൾ ഷിബി S കർത്ത എന്നിവരുടെ മൊഴികൾ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി മാറുമെന്നാണ് ED നൽകുന്ന സൂചന. എസ്ലാലോജിക്കലിന് പണം നൽകിയതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് ഇവരിൽ നിന്ന് വ്യക്തമായാൽ കേസ് പുതിയ വകുപ്പുകളിലേക്ക് മാറും. കൺസൾട്ടൻസി സേവനങ്ങൾ ഒന്നും നൽകാതെയാണ് പണം കൈമാറിയതെന്ന കണ്ടെത്തൽ ശരിവെക്കുന്ന മൊഴികൾ ഇവരിൽ നിന്ന് ലഭിച്ചാൽ വീണയുടെ കുരുക്ക് മുറുകും. ഈ 2.78 കോടി രൂപ രാഷ്ട്രീയ ഉന്നതിയിലേക്ക് എത്തിയതിന്റെ പങ്കുകൂടി പുറത്തു കൊണ്ടുവരാനാണ് നീക്കം. എസ്ലാലോജിക്കലിന്റെ മറവിൽ നടന്നത് വൻതോതിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലാണെന്നും ഇതിന് പിന്നിൽ ഭരണസിരാ കേന്ദ്രങ്ങളിലെ ഉന്നതരുടെ സംരക്ഷണം ഉണ്ടായിരുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ സംശയം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരിലേക്ക് അന്വേഷണം നീളാനാണ് സാധ്യത. അടുത്ത തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും ഒന്നുമില്ല എന്ന നിലപാടാണ് വീണ സ്വീകരിക്കുന്നതെങ്കിൽ EDക്ക് കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരും. മകൾക്കെതിരെയുള്ള ED അന്വേഷണം കടുക്കുന്നതും രാഷ്ട്രീയ വൻ സ്രാവുകളിലേക്കുള്ള അന്വേഷണം നീളുന്നതും പിണറായി വിജയനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിക്കുന്നുണ്ടെങ്കിലും നിയമപരമായ നടപടികളെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ അടിയന്തരമായി നിയമോപദേശം തേടും. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നാണ് സൂചന. EDയുടെ അടുത്ത നീക്കം തടയാൻ കോടതിയെ സമീപിക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്.